കാണിക്കാൻ പോകുന്നത് എങ്ങനെയോ വന്നു പെട്ട ഒരു ഇറങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങാണ്ടോ എന്തെന്ന് ഞാൻ പറഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖമാണ്. നിങ്ങൾ കുറെ നാളായി എന്നെ കണ്ടിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് എപ്പോഴും പറയുമ്പോൾ തന്നെ ഹെൽത്ത് അടിപൊളിയല്ല. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഡിലേ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ വിട്ടോളൂ. വീഡിയോ ലോങ് ആക്കണ്ട. ഞാൻ പുറത്ത് വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്, കുറച്ച് വെറൈറ്റിക്കാണ്. അപ്പോഴേക്കും പുറത്ത് എന്തോ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ വോയിസ് എടുത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ അകത്തൊന്നും ചെയ്യാം. അങ്ങനെ റൂമിൽ പോയിരുന്നാൽ അതും ഭയങ്കര ഒരു അസ്വസ്ഥത. അങ്ങനെ എന്താ ഹോളിലാണ് വന്നിരിക്കുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ഇയറിംഗ് കളക്ഷൻ വീഡിയോ ആണ്. അപ്ഡേറ്റഡ് വേർഷൻ. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. എപ്പോഴോ ഒരു 2 years or 1 year എഗോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എല്ലാ കളക്ഷൻസ് ഇതിൽ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഞാൻ വീഡിയോ പിന്നീട് എടുത്ത് നോക്കിയിട്ടില്ല. അപ്പൊ ചിലപ്പോ അതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇതിൽ കണ്ടേക്കാം. ചിലപ്പോ ചിലത് ഇതിൽ ഉണ്ടാവില്ല. കൂടുതലും പുതിയ കളക്ഷൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ചാനൽ ആദ്യമായിട്ടൊന്നും കണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കട്ടെ. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. സോ യെസ്, പിന്നെ വീഡിയോ ഇഷ്ടമായി ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ അവസാനം ഒന്നും കൂടെ ഓർപ്പിച്ചേക്കാം. ആൻഡ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കാർട്ടിലോ എവിടെയെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കട്ടെ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ലൈറ്റ് ആക്കിയിടാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. യെസ്, അപ്പോ ഞാൻ ഇന്ന് എങ്ങനെയുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മതിയോ നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. എന്നും ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. ഹാളിൽ എപ്പോഴും ആളുണ്ടാവും. ഓക്കെ, ഇന്ന് പെർമിഷൻ എല്ലാവർക്കും ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഇയറിംഗ് ബോക്സ്. ഇത് ആക്ച്വലി എനിക്കൊരു ലിപ് ഗ്ലോസ് കിട്ടിയപ്പോ ആ ഗ്ലോസ് ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഗ്ലോ ഒക്കെ പോയി കുറെ നേരമായി ഞാൻ ഇട്ടിട്ട്. രാവിലെ എപ്പോഴാണ്ടോ ഇട്ടതാണ്. ഇത് റീഅപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന് കിട്ടിയ ബോക്സ് ആണിത്. ഞാൻ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും പറ്റുമെങ്കിലും ഒന്നും കൂടെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിടാൻ എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഏകദേശവും ഞാൻ ഇവിടെ നമ്മുടെ KK കോട്ടയിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഓൾ മൈ ഫേവറേറ്റ് കളക്ഷൻസ് അവിടെയാണുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും അപ്ഡേഷൻ വന്നുകൊണ്ടായിരിക്കും. ചിലപ്പോൾ സമയത്ത് ഞാൻ പോകുമ്പോൾ പഴയ കളക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ഏകദേശം ഇങ്ങനെ പുതിയ പുതിയ കമ്മലൊക്കെ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി കുറവ് കളക്ഷൻ ആണെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് കമ്മലാണ് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ബ്ലാക്ക് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. കുറച്ച് എന്റെ എന്ന് വെച്ചാൽ കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ ഹോളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ ഹാൻഡിലെ കളർ കാണാം. അല്ലാണ്ട് ജെറ്റ് ബ്ലാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മങ്ങിയ ഒരു ബ്ലാക്ക്. ഇത് നമ്മളിവിടെ ഒരു ഉത്സവത്തിന്, നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വാങ്ങി തന്ന കമ്മലാണ്. സോ യെസ്, അപ്പൊ ഒരു ഇയറിംഗ് ഇതാണ്. ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാലും റീൽസ് ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ആൻഡ് നമുക്ക് നല്ല രസമായിട്ടില്ലേ. എനിക്ക് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ പറയാ ജുംകാസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. ഒക്കെയാണ് എന്റെ ഉള്ള കൂടുതൽ കളക്ഷൻസ് അങ്ങനെയാണ്. അങ്ങനത്തെ കമ്പനി കാണുമ്പോൾ ചാടി വീഴും. ചിലപ്പോൾ മേടിച്ചതായിരിക്കും ഏകദേശം സെയിം ആയിരിക്കും, എന്നാലും ഞാൻ അതേ മേടിക്കും. അപ്പൊ അങ്ങനെ ഒരു ബ്ലാക്ക് കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. അപ്പൊ ഫസ്റ്റത്തത് ഈ ഒരു ഇയറിംഗ്സ് ആണ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. കട്ട് ചെയ്യാൻ എനിക്കും പാടായിരിക്കും, കേട്ടിരിക്കാൻ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും പാടായിരിക്കും. ഇത് ഞാൻ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ എന്റെ ഹോൾ ഒന്നും അടച്ചിട്ടില്ല. ഇപ്പോഴും അതേപോലെ നീണ്ടിട്ടാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഇടാൻ പറ്റൂല. എന്നാൽ പോലും ആക്രാന്തം മൂത്ത് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കര ഹാങ് ചെയ്തിടുന്ന ഇയറിംഗ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇയറിംഗ് ആണ് ഇത്. നമ്മുടെ ഞാൻ ഇങ്ങനെ ക്ലോസ് ആക്കി കാണിച്ചത് ഇതാണ്. നല്ല രസമില്ലേ? നല്ലൊരു ബ്ലാക്ക് കളറാണ്. അടിയിൽ ഇങ്ങനെ എനിക്ക് ഇതിനെ പറ്റി ആധികാരമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നത്. എന്താ കണ്ടില്ലേ, ക്ലിക്ക് കൂടുപോലെ നല്ല രസമില്ലേ? അപ്പൊ ഇതും അന്ന് ഉത്സവത്തിന് മേടിച്ച കമ്മലാണ്. ആൻഡ് ആ ടൈമിൽ തന്നെ വേറൊരു കമ്മലും കൂടെ ഉണ്ടായിരുന്നു. അത് ഇതിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണം. ആൻഡ് ദിസ് വൺ യൂടാ സെയിം, പക്ഷെ ഇതല്ല കേട്ടാ. സെയിം പോലെ ഞാൻ പറഞ്ഞില്ല, ഏകദേശം സെയിം ആയിട്ടുള്ള കമ്മലാണ് ഇതിന്റെ അടുത്തുള്ളത്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു കമ്മൽ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവണം. കാരണം അപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് നടന്ന സെയിം ഇതുപോലത്തെ ഒരു കമ്മൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരെണ്ണം മിസ്സായിപ്പോയി. ആൻഡ് ആ ഒരു പരിപാടിക്ക് ശേഷം പിന്നെയും അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടിയാണ് ഇത്, ഈ ഒരു ജുംക. ഇതിപ്പോ ഈ ഡ്രസ്സിന്റെ കൂടി എത്രത്തോളം മാച്ച്. ഞാൻ കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇയറിംഗ് കളക്ഷൻ വീഡിയോ എടുക്കാനാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് ഇത്ര ലോങ് ആയത്. പിന്നെ കുറച്ചുകൂടെ കളക്ഷൻ കൂട്ടിയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അതുവരെയുള്ള ക്ഷമ എനിക്കില്ല.
അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത്. നല്ല രസല്ലേ? ദിസ് വൺ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞിട്ട്, ഇത് ഭയങ്കര ഓൾഡ് കമ്മലാട്ടാ, നല്ല ഓൾഡ് ആണ്. ഇതൊരു പീക്കോക്ക് ആണ്, പർപ്പിൾ ഷെയ്ഡാണ്, പർപ്പിൾ ഷെയ്ഡിലുള്ള നല്ല മുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു പീക്കോക്ക് ആണ് കേട്ടോ ഇത്. അപ്പൊ പീക്കോക്കിന്റെ ഈ ഒരു ഇയറിംഗ് ഇടുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഫേസിന് കിട്ടുക. നല്ല നല്ല ട്രഡീഷണൽ ഡ്രസ്സോ അല്ലെങ്കിൽ കുർത്തിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ മുത്തൊക്കെ പോയി അപ്പോഴും ഗ്ലൂ ആ ചൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഒട്ടിച്ചില്ല, മുത്തെല്ലാം മിസ്സായി പോയി. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇയറിംഗ് ആണ്. കണ്ടില്ലേ, ഇടുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതിന്റെ മുത്തുള്ളതായിരുന്നു, ഇത് കുഞ്ഞു മുത്തല്ലേ, ഇതില് വലിയ മുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു ജുംക്ക്, ഈ ഒരു സാധനം കുറച്ച് വലിയതായിരുന്നു ഇതില്. പക്ഷെ ഏതിലും രണ്ട് കുണുക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ രണ്ടിന്റെയും കുണുക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ സ്റ്റഡ് കോരിട്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം ഇതിലെല്ലാം മുത്തും ഉണ്ട് കണ്ടോ. പിന്നെ ഇത് ഈ പീക്കോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ പണ്ടും കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ഇത് തന്നെ ആയിരിക്കാം, ചിലപ്പോ വേറെ ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ല, ഏകദേശം സെയിം സാധനം 2-3 വട്ടം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു പീക്കോക്ക്. നല്ല രസമില്ലേ? കാണിക്കുള്ള ഇങ്ങനെ വെച്ച് കാണിക്കാം. നല്ലൊരു ഇയറിംഗ് ആണ്. പിന്നെ ഉള്ളത് ഇതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ കളക്ഷനിൽ എന്നാണ് എനിക്ക് തോന്നണത്. ഈ ഒരു ജുംക്ക നല്ല രസമില്ലേ? ഇതിടുമ്പോഴും നല്ലൊരു ഭംഗിയാണ്, നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെ ഇടാൻ മാച്ചിനാണ് ഏകദേശം കമ്മലും എൻ്റെ അടുത്തുള്ളത്. അറിയാതെ വന്നു പെട്ട അമ്മേന്റെ കമ്മല്. അമ്മ ഇങ്ങനത്തെ ഒക്കെ ഇടുള്ളൂ. എനിക്കിഷ്ടമില്ല, ഞാൻ എപ്പോഴും പറയും ഇങ്ങനത്തെ ഇടണ്ട, വേറെ മാറ്റി ട്രൈ ചെയ്യാൻ. പിന്നെ അവരവരുടെ ഇഷ്ടം, അവരവർക്ക് ഇഷ്ടമുള്ളല്ലോ ഇടൂ. സോ യാ, ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇയറിംഗ് ഇത് നല്ല രസമായിട്ടുള്ളതാണ്, നല്ല രസമാണ്. ഇങ്ങനെ ഇടുമ്പോ തന്നെ കമ്മലാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. നല്ല രസമില്ലേ? അപ്പൊ ഈ ഒരു ഇയറിങ്സ് ഇതെല്ലാം തന്നെ ചിലതൊക്കെ ഉത്സവത്തിന് മുമ്പ് മേടിക്കുന്നതും, ചിലതൊക്കെ കിഴക്കേക്കോട്ട അങ്ങനെ പോകുമ്പോ, ചിലതൊക്കെ നോർമൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇത് നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇയറിംഗ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാച്ചിനൊന്നല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ കണ്ട് ഇഷ്ടം തോന്നി മേടിച്ചതാണ്. നല്ല രസമില്ലേ? ഈ കളർ ആയാലും നല്ല രസമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് ഈ ഒരു ഇയറിംഗ്സ്. അല്ലാതെ മാച്ചിന് ഏതെങ്കിലും ഡ്രസ്സിന്റെ കൂടെ ഇടണം എന്ന് പറഞ്ഞ് മേടിച്ചതല്ല. ഇതിലുള്ള ഏകദേശം നമ്മളും അങ്ങനെ ഇന്ന ഡ്രസ്സിന്റെ കൂടെ ഇടണം എന്ന് പറഞ്ഞ് മേടിച്ചതല്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ മേടിച്ചു വെക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് പോകാലോ, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ സെയിം കളർ തന്നെ ഇടണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാ, ഒരു ഗ്രീൻ കളർ ഡ്രസ് ആണെങ്കിൽ അതിന്റെ ഒരു പിങ്ക് കമ്മൽ മാച്ചാവും. പിന്നെന്താണ്, സ്കൈ ബ്ലൂ കളർ മാച്ചാവും. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാലോ, അങ്ങനെ വിചാരിച്ചിട്ട് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സ്കൈ ബ്ലൂ കമ്മൽ കാണിച്ചു തരാം. നല്ല രസമല്ലേ? ഈ ഒരു ജിംക ഇതൊരു വെറൈറ്റി ഇല്ലേ? ഇങ്ങനെ കൊടക്കമ്മലല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പെട്ടി കണക്കിന് നല്ല രസമല്ലേ? ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പൊ ക്യാമറയിൽ എത്രത്തോളം കൊള്ളാന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയാണ്. കാണുമ്പോ തന്നെ ഒരു ഭംഗിയുണ്ട്. ഫേസ് നല്ല ബ്രൈറ്റ് ആക്കണ ഒരു ഇയറിങ്സ് ആണ്. ചില ഇയറിങ്സ്, ചില ലിപ്സ്റ്റിക്സ്, ചില ഡ്രസ്സ്, ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മളെ ഫേസ് ഒന്നും കൂടെ ബ്രൈറ്റ് ആയതായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് ഇത്. ഈ ഒരു റെഡ് കളർ ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലത്തെ എങ്ങാണ്ട് ഉത്സവത്തിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണോ ഇത് ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഒരു റെഡ് കളറാണ്, ജസ്റ്റ് ചെറിയൊരു റെഡ് ഷെയ്ഡൊക്കെ വന്നിട്ട് റെഡ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതും എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടി പോവും. അപ്പൊ ഇതിപ്പോ നോക്കുമ്പോ എല്ലാം ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെയാണ് പോകുന്നത്. ഈ ഒരു മയിൽപീലിന്റെ കമ്മൽ, ഇത് ജിമിക്കല്ല, വെറുതെ ഇങ്ങനെയുള്ള നല്ല രസമല്ലേ? ഇതൊരു നെക്ലേസിന്റെ കൂടെയാണ് കിട്ടിയത്. സെയിം ഇതേ പാറ്റേൺ ആണ്. അതില് ആ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഇയറിങ്സിനും. നല്ല രസമുണ്ട്, ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതിന്റെ പിക്ക് ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. സിംഗിൾ പിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടേക്കാം, ഇല്ലാതെ ഉള്ള പിക്ക് ഞാൻ ഇടുന്നില്ല. സോ യാ, ഇത് നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇയറിംഗ് ആണ് ഇത്. പക്ഷെ ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെയാലും കുർത്തിന്റെ കൂടെയാണ്, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പട്ടുപാവാട അല്ലെങ്കിൽ ഹാഫ് സാരി, അതിന്റെ കൂടെയും കുർത്തിയുടെ കൂടെയും മാച്ചായി പോകുന്ന ഒരു ഇയറിങ്സ് ആണ്. പിന്നെ ഒരെണ്ണം, ഇതെന്തിനാണ് മേടിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇടാൻ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഡ്രസ്സിന്റെ കൂടെയും ഇട്ടിട്ടില്ലാത്തൊരു ഇയറിംഗ് ആണ് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
എല്ലാവർക്കും മീൻസ് വീട്ടിൽ വന്ന് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പുറത്ത് ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല ഇതുവരെ. ഇടാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇടും. നല്ല രസമല്ലേ? ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഇഷ്ടമായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന് കണ്ടപ്പോ മേടിച്ചതാണ്. നല്ല ഞാൻ ആ നെക്ലസിന്റെ കൂടെ ഈ കമ്മൽ പെയർ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, ഇഷ്ടായില്ല. അതിന്റെ നെക്ലസിനോട് ഇത് തന്നെയാണ് ഇതായിട്ട് മേടിച്ച്. പക്ഷെ ഒരിക്കേ ഇട്ടുള്ളൂ. അതിനുശേഷം അതിന്റെ ഈ തൂക്കൊക്കെ പൊട്ടിപ്പോയി. ബാഗിന്റെ അകത്ത് ഇട്ടിരുന്നു, അങ്ങനെ പൊട്ടിപ്പോയി. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കമ്മലായിരുന്നു കേട്ടോ ഇത്. ഇതിലിങ്ങനെ തൂക്കുണ്ടായിരുന്നു, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജിമിക്ക് താഴെ ഉണ്ടായിരുന്നു. അത് നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്മലാണിത്. നല്ല രസമല്ലേ? യെസ്, കോഴ്സ് എല്ലാം നല്ല രസമുണ്ട്. ഇതും നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഇതുപോലത്തെ കമ്മൽ നിങ്ങൾ ഇഷ്ടംപോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വലിയ വട്ടം വന്നിട്ട് ചെറിയ ജിമിക്കുള്ളത്, അതുകൊണ്ട് ഇത് കൂടുതൽ കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു ജിമിക്ക്. പിന്നെ ഉത്സവത്തിന് പോയപ്പോ മേടിച്ചതാണ് ഈ ഒരു ജിമിക്ക്. ഞാൻ ഇതും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആയി പോവും. ഇത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണിച്ചത്. ഇങ്ങനെ പല പല സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും കുർത്തീൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോവും. പിന്നെ ഏതെങ്കിലും സ്കേർട്ടും ടോപ്പും ഇടാണെങ്കിൽ ചേരും. അങ്ങനത്തെ ഒരു ഇയറിംഗ് ആണ്. ഇതും ഉത്സവത്തിന് പോയപ്പോ മേടിച്ചതാണ് കേട്ടോ. എന്റെ അമ്മ മേടിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇതെനിക്ക് അപ്പോഴും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പം കൊള്ളാം. റെഡ് കളറ് ഒരു എന്താ പറയാ, ചില റെഡ് മാച്ച് ആയി പോണ ചില കുർത്തീൻ്റെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ഒരിക്കലും ബ്ലാക്ക് കുർത്തീൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് മാച്ച് ആയി പോയി. നല്ല രസമുണ്ട്. ഇങ്ങനെ എടുത്ത് കാണിക്കും. അങ്ങനെ ഒരു ഇയറിംഗ് ആണ് ഇത്. എന്റെ അമ്മ മേടിച്ചു തന്നതാണ്. എവിടെ പോയിട്ട് വന്നപ്പോഴാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എവിടെ മേടിച്ചു തന്നതാണ്. ഇത് കിട്ടിയ സമയത്ത് ഇത് മാത്രമേ ഇടുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ ചോദിക്കും, ടീച്ചിങ് പ്രാക്ടീസിനിടയ്ക്ക് വെക്കും. ഞാൻ സ്ഥിരമായിട്ടിരുന്ന കമ്മലാണ്. പിള്ളേർ ചോദിക്കും, ടീച്ചർ ഈ കമ്മല് മാറ്റാൻ സമയമായി. അങ്ങനെ നാണം കെട്ടിട്ട് അപ്പഴും മാറ്റിയ കമ്മലാണ്. അതിനുശേഷം ഇട്ടിട്ടേ ഇല്ല ഈ ഒരു ഇയറിംഗ്. ഇടണം ഇനി. ഇത് ചെറുതായിട്ട് ഡാമേജ് ആയി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഇടണം. ഇട്ട് തന്നെ ചീത്തയാക്കണം. ഇടാതിരുന്ന് ഡാമേജ് ആയി പോയാൽ വിഷമവും. അപ്പൊ അങ്ങനെ ഇടണം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. എന്റെ മിക്ക റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഇയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇയറിംഗ് ആണ് കേട്ടോ. ഇതും നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇതും നിങ്ങൾ കണ്ടിട്ടുള്ള ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ഈ ഒരു ജിമിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇത് നല്ലൊരു ജിമിക്കാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ദൂരെ നിന്നായാലും ഇങ്ങനെ അടുത്ത് നിന്നാലും എടുത്ത് കാണിക്കുന്ന ഒരു അടിപൊളി കമ്മല്. അപ്പൊ അങ്ങനെ ഒരു ജിമിക്ക്. അത് നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇനി അത് എന്റെ തന്നെയാണോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് ചേച്ചീന്റെ ആണോ എന്റെ ആണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അത് ചേച്ചീന്റെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല. അതില്ല. പിന്നെ ഈ ഒരു ജിമിക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഈ ഒരു ജിമിക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇത് എന്റെ ചേച്ചീന്റെ കമ്മലാണ്. പക്ഷെ ഞാൻ അതിൽ എന്റെ കമ്മലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ചേച്ചീന്റെ കമ്മലാണ്. ബട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിലുണ്ട്. ഒന്നേ കിട്ടിയുള്ളൂ. ഒന്ന് ഇതിന്റെ അകത്ത് ചിലപ്പോൾ കാണണം, അല്ലെങ്കിൽ പുറത്ത് എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണ കമ്മലാണ്. ഞാൻ ഇന്റേൺഷിപ്പിന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയിട്ട് അവരൊന്നും മേടിക്കാതെ ഇങ്ങനെ കറങ്ങി നിന്നുകൊണ്ട് ആ ചേച്ചിമാർ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ പാവം തോന്നിയിട്ട് അപ്പോഴെ എൻ്റെ പൈസ ഉണ്ടായിരുന്നോണ്ടും മേടിച്ചൊരു കമ്മലാണ് ഈ ഒരു ഇയറിംഗ്. ഇത് ഞാൻ ഒരിടത്ത് ഇട്ടിട്ടില്ല. ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ഇയറിംഗ് ഇതെല്ലാം കിഴക്കേ കോട്ട കമ്മലായിരിക്കണം. ഫസ്റ്റ് ഞാൻ എടുക്കട്ടെ. ഈ ഒരു ഇയറിംഗ്സ് കുറച്ച് ഓക്സിഡൈസ് ആയി പോയിട്ടുണ്ട്. ഇതൊരു നല്ല ഗോൾഡൻ ആയിരുന്നു. കുറച്ച് ഓക്സിഡൈസ് ആയി പോയിട്ടുണ്ട്. അതർവൈസ് ഇത് നല്ലൊരു ഇയറിംഗ് ആണ്. നല്ല ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെ ആയാലും കുർത്തീസിന്റെ കൂടെ ആയാലും മാച്ച് ആയി പോകുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് കിഴക്കേ കോട്ടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 30 rupees ഉള്ളു. ഇപ്പൊ എങ്ങാണ്ടോ എല്ലാ ഇയറിംഗ്സിനും 40 rupees ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് എനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇത് 30 rupees ആണ് കിട്ടിയത്. നിങ്ങൾ എപ്പോഴും എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത്. എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്ന കമ്മലാണ്. ഞാൻ എപ്പോ ഇട്ടാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കമ്മലാണ് ഇത്. എന്റെ ഫ്രണ്ടും ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. എന്റെ അടുത്തും ഇതുണ്ട്. ഇതിന്റെ ഒരു ഗോൾഡൻ കളറും അവളുടെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ച് ഒരാളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടാ പോരെ, പിന്നെ വെറുതെ എന്തിനാ, അതിന് വരെ ഞാൻ വേറെ കമ്മല് മേടിച്ച അത് നമുക്ക് മാറ്റിയിടാലോ എന്നുള്ള ഉദ്ദേശത്തിന്. പക്ഷെ ഇത് നമ്മൾ സെയിം മേടിച്ചത് ഒരുപോലെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു ഇയറിംഗ് ആണ് ഇത്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മിറർ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. എല്ലാ ഡ്രസ്സിന്റെ കൂടെയും മാച്ചാവും. എല്ലാം ഏകദേശം. പിന്നെ എത്തിനിക്കാണെങ്കിൽ എലഗന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും അടിപൊളിയായിട്ട് പോകുന്ന ഇയറിംഗ് ആണ്. സംസാരിച്ച് കുറെ ലെന്ത് ആവണുണ്ടല്ലോ. ഇത് ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്. ട്രെൻഡൊക്കെ കഴിഞ്ഞാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇയറിംഗ് ആണ്. ഇത് 40 റുപ്പീസ് ആട്ടോ. ഇത് ഈ ഇടയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മജന്ത കളറാണ്. നല്ല രസമുണ്ട്. കളറും കൊള്ളാം. ഇതിന്റെ ആ ഒരു പാറ്റേണും നല്ല രസമുണ്ട്. പാറ്റേണിലും കളറിലും വ്യത്യാസം വരുത്തിയിട്ട് സെയിം അതുപോലത്തെ ഒരു ഇയറിംഗ് ആണ് ഇത്. ഇത് വന്നിട്ട് റെഡ് കളറാണ്. റെഡ് കളർ നല്ല രസമുണ്ട്. നല്ല രസമില്ലേ? നല്ല ട്രഡീഷണൽ ലുക്കിലൂടെ പോകുന്ന നല്ലൊരു ഇയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോൾഡൻ കളർ. ഇത് ഓക്സിഡൈസ് ആയി പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബോക്സിന്റെ അടച്ചാണ് ഞാൻ ഇപ്പൊ വെക്കാറ്. ഇത് പാറ്റേൺ വ്യത്യാസമാണ്. പിന്നെ ആ മോഡൽ ഇറങ്ങിയപ്പോ വന്ന ഒരു മോഡലാണ് ഇത്. ഇത് ഗോൾഡൻ അല്ല, ഒരു സിൽവർ വെച്ചിട്ടുള്ള നല്ല രസമില്ലേ? നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ്. പിന്നെ ആക്രിവാല പോലത്തെ ഒരു കമ്മല്. ഇത് എന്തിനു വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഈ കണ്ണാപ്പികളൊക്കെ ഇട പോലത്തെ, എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എന്നാലും അങ്ങനെ ഇടുന്ന ഒരു കൂറ സാധനം. എന്റെ അനിയൻ നിർബന്ധിച്ചിട്ട് മേടിച്ചതാണ്. ഒരു ഭംഗിക്ക് വേണ്ടി മേടിച്ചതാണ്. കിഴക്കേക്കോട്ട തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന, എപ്പോഴോ ഒരിക്കൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇയറിംഗ് വേണ്ടാ. ഇത് നോർമൽ മിറർ പോലെ അല്ല, ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു മിററാണ്. നല്ല രസമുണ്ട്. ഇത് എല്ലാ കുർത്തിൻ്റെ കൂടെ ആയാലും ഒരു എത്തനിക് അല്ലെങ്കിൽ ഒരു എലഗന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഈ ഒരു ഇയറിങ്സ് മിറർ കാണുമ്പോൾ കുറച്ച് ആക്രാന്തി ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഈ ഒരു ഇയറിംഗ് നല്ല രസമല്ലേ? ഇതും 40 റുപ്പീസ് ആണ്. ഇടുമ്പോൾ തന്നെ നല്ല നല്ല ഭയങ്കര ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതിന് പറ്റിയിട്ടുള്ള നല്ല ഇയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിന്റെ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഇയറിങ്സ്. ഈ ഒരു ഇയറിംഗ് കണ്ട ഒരു മാനും സൈഡിലൊരു മരമൊക്കെ ഉള്ള ഒരു ഇയറിംഗ്. നല്ല രസമില്ലേ? ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല ലുക്കാണ്. നല്ല രസമുണ്ട്. ദൂരെ നോക്കുമ്പോ എന്തോ വലിയ സംഭവം, അടുത്തൊരു വേണം ആൺകുട്ടി. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണിത്. നേരത്തെ മാറ്റി ഇങ്ങനെ എടുത്തില്ലേ, അതുപോലെ മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇയറിംഗ്. ഇങ്ങനത്തെ ജിമിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്. ആ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണിച്ചിട്ടുണ്ടാവണം. ഇതിന്റെ അടിയിലത്തെ മുത്തങ്ങട് ഇതിപ്പോ ഒന്നും മേടിച്ചതല്ല. അയ്യോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ് ഇത്. ഭയങ്കര ഇഷ്ടമുള്ള, ഈ റീസെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും വ്ളോഗിലോ വീഡിയോസിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കമ്മല് നല്ല രസമില്ലേ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്. നല്ല രസമില്ലേ? ഇതിന്റെ റേറ്റ് വന്നിട്ട് 75 റുപ്പീസ് ആണ്. 75 രൂപയാണ് ഈ കമ്മലിന്റെ വില. ബാക്കിയെല്ലാം 40, 30 അങ്ങനെയൊക്കെ റേറ്റ് ആണ്. പക്ഷെ ഇത് വന്നിട്ട് 75 റുപ്പീസ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് വേറെ ഉള്ള കമ്മലിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കിഴക്കേക്കോട്ട പോയപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചതാണ് ഈ ഒരു കമ്മല്. അയ്യോ, എല്ലാം കൂടെ വന്നു. ഇത് നല്ല രസമല്ലേ? ഇത് പീക്കോക്കാണ്. അപ്പൊ ഇത് മേടിച്ചപ്പോഴത്തേനും ഇത് മേടിച്ചപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ അത് റേറ്റ് കുറവായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഇത് 100 റുപ്പീസ് ആണ്. 120 എന്ന് പറഞ്ഞു പറഞ്ഞു, പിന്നെ 20 രൂപ കുറച്ച്, അങ്ങനെ 100 രൂപയ്ക്ക് കിട്ടിയ കമ്മലാണ് ഇത്. ഇത് കിഴക്കേക്കോട്ടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ കിഴക്കേക്കോട്ടയിലും റേറ്റ് കൂടിയ കമ്മലുണ്ട് ഗൈസ്. 40 പറഞ്ഞ് പൊട്ടിച്ചെടുത്ത ആരെങ്കിലും ഈ വലിയ കമ്മൽ 40 രൂപയ്ക്ക് കൊടുക്കോ? ഇല്ല. നമ്മളത് ഓർക്കണമായിരുന്നു. പൊട്ടിച്ചതിന് ശേഷമാണ് പറയണത് 120 രൂപയാണ്. ഞെട്ടി ഗൈസ്. എന്നാലും നല്ല രസമുള്ളതുകൊണ്ട് പിന്നെ 100 രൂപയിൽ ഒതുക്കി മേടിച്ച് പൊട്ടിച്ചല്ലേ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 75 രൂപയ്ക്ക് ഇത് ലാഭമാണ്. അതുപോലെ അതിനെക്കാട്ടിൽ നല്ല ഭംഗിയുണ്ട്. അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. ഇത് കുർത്തിൻ്റെ കൂടെ ഇടാനായാലും സ്കേർട്ടും ടോപ്പിൻ്റെ കൂടെയും ഒക്കെ മാച്ചായി പോണൊരു കമ്മലാണ് അത്. പഴയ മോഡലാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോ ഒരു കൊതുകി തോന്നിയിട്ട് മേടിച്ചതാണ് ഈ ഒരു കമ്മൽ. നല്ല രസമില്ലേ? ഒരു ലീഫിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ജിമിക്കാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാം ഞാൻ ഇങ്ങനെ വലിയ ചക്രവും അതിന്റെ അറ്റത്തൊക്കെ ജിമിക്ക് അങ്ങനെ ഇല്ലേ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല രസമുണ്ട്. അങ്ങനെ മേടിച്ചതാണ്. ഇതിന്റെ റേറ്റ് 40 റുപ്പീസ് ആണ്. ചേച്ചീന്റെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് മേടിച്ച കമ്മൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില്.
പക്ഷെ മാരേജിന് ഇട്ടിരുന്ന കമ്മല് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ജിമിക്കാണിത്. അപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്ന ജിമിക്ക് നല്ല രസില്ലേ. അപ്പൊ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ചേന്റെ കൂടെ ഒക്കെ ഭയങ്കര ആക്രാന്തമാണ് എനിക്ക്. ഇതും ഇപ്പൊ മേടിച്ചതാണ്, റീസെന്റ് ആയിട്ട് പോയപ്പോ മേടിച്ചതാണ്. ഈ ഒരു പച്ചയും മജന്തയും കൂടെ മിക്സ് ആയിട്ടുള്ളത് നല്ല രസമുണ്ട്. ഭയങ്കര ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റീവ് ഫോട്ടോഷൂട്ടിനായാലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നല്ല രസമുള്ള ഒരു പാറ്റേൺ ഉള്ള ഇയറിങ്സ് ആണിത്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും 40 റുപ്പീസ് ആണ്. ഇതും അത് ഒരുമിച്ച് മേടിച്ചതാണ്. നമ്മൾ ഇതുപോലത്തെയാണ് ഒരെണ്ണം കണ്ടത്. അതുപോലെ ഇത് കളർ ഫെയ്ഡ് ആവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ കളർ കുറച്ചും കൂടെ എനിക്ക് മാച്ചായി പോണ പോലെ. അങ്ങനെ ഒരു മിറർ വർക്ക് ഉള്ളതാണ്. മിറർ എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളെ മോന്ത കാണാൻ പറ്റുന്ന മിറർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളെ ഇയറിംഗ് കളക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അത് തുടക്കത്തിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിർബന്ധിക്കാത്തത്. വീഡിയോ ഇഷ്ടമായില്ലെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്തായാലും വീഡിയോ കണ്ടില്ലേ, എന്റെ ഇയറിംഗ് കളക്ഷൻ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. ഇനി എന്തെങ്കിലും ഇങ്ങനെ എന്റെ കളക്ഷൻ വീഡിയോ ഏതെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ തോന്നിവാസം പോലെ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യും. അപ്പൊ എത്രയുള്ളൂ, ജസ്റ്റ് കിഡിങ് ഗൈസ്. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം. എന്റെ ഹെൽത്ത് കുറച്ച് മോശമാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇനി വീഡിയോസ് അടുത്തിടാൻ നോക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കണ്ടാൽ മതി. അപ്പൊ ശരിയെന്നാ. ഇപ്പോഴത്തെ പണിയാണെങ്കിൽ വന്നാൽ മാറിയില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് ശ്വാസം വലിച്ചെടുക്കാൻ ഈ വീഡിയോ തന്നെ കുറെ വട്ടം ഞാൻ ശ്വാസം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് നിങ്ങളും വല്ലപ്പോഴും ഒക്കെ കിഴക്കോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അവിടെ അടിപൊളി കളക്ഷൻ കമ്മലുകൾ ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് തപ്പിയെടുക്കണം. എന്നുവെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കമ്മലുണ്ട്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ കാണും, അപ്പൊ മേടിക്കുക. അപ്പൊ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ബൈ.